നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായ സംവിധായകൻ 2 വർഷം മുമ്പ് ഈ ജംഗ്ഷനിൽ വന്ന് പറഞ്ഞു, ഞാൻ വൈകാതെ ഒരു സിനിമയുമായി നിങ്ങളിലേക്ക് വരുന്നതാണ്. മറ്റാരുമല്ല, ശ്രീ ബാലചന്ദ്ര മേനോൻ. അദ്ദേഹം JB ജംഗ്ഷനിൽ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തെ പുതിയ സിനിമയുമായി ഞങ്ങൾ JB ജംഗ്ഷനിലേക്ക് ആനയിക്കുമെന്ന്. ഇന്ന് കൃഷ്ണദാസ് എന്ന ബാലചന്ദ്ര മേനോനെയും നായികമാരെയും ഒരുമിച്ച് ഞങ്ങൾ JB ജംഗ്ഷനിലേക്ക് ആനയിക്കുന്നു. നമ്മൾ ഈ ജംഗ്ഷനിൽ ശ്രീ ബാലചന്ദ്ര മേനോൻ അവറുകൾ ഈ കസേരയിലല്ല, വേറൊരു കസേര ഇരുന്നിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ കാണിച്ചു തരാം. ഒരുപക്ഷെ രണ്ടാമത് ഈ ജംഗ്ഷനിൽ വരുന്ന ഒരു ആർട്ടിസ്റ്റ് താങ്കൾ മാത്രമാണ്. അത് വരാനൊരു കാരണമുണ്ടായിരുന്നു. ആ കാരണമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ശ്രീ ബാലചന്ദ്ര മേനോൻ അഭ്രപാളികളിൽ സചേതനമായ സാന്നിധ്യമായി മാറട്ടെ. അതിൻ്റെ മുമ്പിലും പിന്നിലും തുടരട്ടെ. തീർച്ചയായിട്ടും എനിക്കൊരു കാര്യം മാത്രം പറയണം. ഇത് ഈ സംഗമം എന്ന് പറയുന്നത് ദൈവം തന്ന ഒരു വരദാനമാണ്. നിങ്ങളുണ്ട്, പ്രേക്ഷകരുണ്ട്, ഇവരിലൂടെ ഈ ടെലിവിഷൻ കാണുന്ന പ്രേക്ഷകരുണ്ട്. അവരുടെ പ്രാർത്ഥനകൾ അതുണ്ടെങ്കിൽ അവസാന ശ്വാസം വരെയും ഞാൻ ഈ രംഗത്ത് സജീവമായി കഴിയാൻ ശ്രമിക്കും, പ്രവർത്തിക്കാൻ ശ്രമിക്കും എന്ന ഉറപ്പായ വാക്കും ആ വൃത്തിയും ശുദ്ധിയും സൂക്ഷിക്കുമെന്നുള്ള വാക്കും ഇതിനാൽ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളും. അമ്മയാണ് സത്യം, അമ്മയാണ് സത്യം. താങ്കൾ ഇവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ഞാനൊരു സിനിമ സംവിധാനം ചെയ്ത് അഭിനയിച്ച് അതിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിച്ച ശേഷം ബ്രിട്ടാസെ ഞാനിവിടെ വരും. ഞാൻ പറഞ്ഞു, അന്ന് താങ്കളെ ഞാൻ വീണ്ടും ഇവിടെ കൊണ്ടുവരും. ശ്രീ ബാലചന്ദ്ര മേനോൻ, ഞാൻ വാക്ക് പാലിച്ചിരിക്കുകയാണ്. താങ്കളും വാക്ക് പാലിച്ചു. ഒപ്പം 2 പേരും ഉണ്ട്. ഞാൻ എന്താ വിളിക്കണ്ടേ? പേര് താങ്കളെല്ലാം പേര് മാറ്റിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നടികൾക്ക് പേരിട്ടുള്ളവരാണ് താങ്കൾ. ഏറ്റവും കൂടുതൽ നടികളെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തതും താങ്കളാണ്. എന്താ ഞാൻ വിളിക്കണ്ടേ? അങ്ങനെ സാർ സംഭാവന ചെയ്തു, അവർക്ക് പേരും ഇട്ടു. അവരെല്ലാവരും എന്താ പറയാ, എല്ലാരും പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം എത്തുകയും ചെയ്തു. അപ്പൊ സാറിട്ട പേരിന് അത്രയ്ക്കൊരു എന്താ അതിനെ പറയാ, സ്ട്രെങ്ത് ഉണ്ട്. അതുകൊണ്ടായിരിക്കണം. അപ്പൊ ഗായത്രി ആയി ഞാൻ. ഇനി മുതൽ ഗായത്രിയാണ്. മുമ്പൊരു പേരുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? പിന്നെ ഏതായിരുന്നു? ശ്രീധന്യ. ശ്രീധന്യ. ആ പേര് പോയി, ആ കുട്ടീനെ മറന്നിരിക്കുകയാണ്. പേര് പോയില്ല, ഓൺ സ്ക്രീൻ. ഓൺ സ്ക്രീൻ ശ്രീധന്യ ഓൺ സ്ക്രീനാണ് ഇനി ലൈഫ്. ഒരുപക്ഷെ അങ്ങനെ വന്ന് പേര് വീഴുന്നു. ഇനി ആൾക്കാരെല്ലാം ഗായത്രി 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 എന്നേ പറയുള്ളൂ. ശ്രീധന്യ എന്നാരെങ്കിലും പറയൂ. അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ അത് ഈ ഷോയിൽ അയച്ചു വെച്ചാലേ. ഈ മോഹം വേണ്ടതില്ല. ദക്ഷിണ, എന്തായിരുന്നു അനുഭവം? ലോഞ്ച് ചെയ്യാണ് ഇദ്ദേഹത്തെ. എങ്ങനെ ഇദ്ദേഹത്തെ കണ്ടെത്തി? അത് ഏപ്രിൽ 18 പറഞ്ഞാൽ അതിൻ്റെ പിന്നെ ഒരു വലിയ കഥയുണ്ട്. ആ കഥയൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ. വളരെ ചുരുക്കി പറഞ്ഞാലും അതായത് പിന്നെ ഞാൻ മുമ്പ് പലയിടത്ത് ഈ അസത്യം പറയാൻ ഒക്കാത്തതുകൊണ്ട് പലയിടത്തും ആവർത്തനം വരും. നമുക്ക് അസത്യം പറയാം, ക്യാമറ കാണുന്തോറും ക്യാമറ മാറുന്തോറും അസത്യം പറയാൻ പറ്റില്ലല്ലോ. ഈ ചിത്രത്തിന് അടിസ്ഥാനപരമായിട്ട് ഞാൻ കരുതുന്നത് ഒരു ദൈവ സാന്നിധ്യം ഉണ്ടെന്നാണ് ബ്രിട്ടാസ്. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇറ്റ് ആക്ച്വലി കെയിം ഇൻ ടു മൈ ഫേവർ. എനിക്ക് ആവശ്യം ഒരു ഭാര്യയും മകളായിരുന്നു. എനിക്കൊരു ഭാര്യയെ കിട്ടി. ഭാര്യയോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു മകളുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യയായിട്ട് അഭിനയിക്കാൻ വന്ന ആ അഭിനയത്തിൽ പറയുന്നു, എനിക്ക് മോഡൽ രംഗത്തുള്ള പരിചയങ്ങൾ വെച്ചിട്ട് ഞാൻ 2-3 ഫോട്ടോസ് അയക്കാമെന്ന് പറയുന്നു. അവർ ബോംബെയിൽ ചെന്ന് 3-4 ഫോട്ടോ അയച്ചതിൽ ആദ്യത്തെ ഫോട്ടോ എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ ആയിരുന്നു, ദക്ഷിണയാണ്. അപ്പോൾ ആദ്യം തന്നെ ഭാര്യയും ആദ്യം തന്നെ മകളും റെഡിയായി കഴിഞ്ഞാൽ പിന്നെ അതിന് ദൈവാധീനം എന്നല്ല പറയാൻ പറ്റും. ഞാനതിനു വേണ്ടി ബുദ്ധിമുട്ടിയില്ല. ഒരു കണക്കിന് മേനോൻ ചേട്ടാ, അതായത് ഞാനും താങ്കൾ ഈ എന്താ പറയേണ്ട, താങ്കളുടെ കൂടെ അഭിനയിക്കേണ്ട ആൾക്കാരെ അന്വേഷിക്കുന്ന ഘട്ടത്തിൽ താങ്കൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു. അതൊക്കെ എന്തായെന്ന് ഞാനിപ്പോൾ ചോദിക്കുന്നുമില്ല, പറയുന്നുമില്ല. എന്താ കാരണം വെച്ചാൽ ഞങ്ങൾ തമ്മിൽ ചില ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പല പേരുകളും ഇങ്ങനെ വരികയും ഒരു പേര് സംബന്ധിച്ച് എന്നോട് സംസാരിച്ചു. അത് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്, വ്യക്തമാക്കി. അതിലൊന്നും മറക്കണ്ട. ഞാൻ മുകേഷിനോട് തന്നെ പറഞ്ഞത്, മുകേഷുമായിട്ടുള്ള ചാറ്റ് ഷോയിൽ ഞാൻ പറഞ്ഞു, മുകേഷ് ഈ വേഷം ചെയ്യേണ്ടിരുന്നത് താങ്കളുടെ ഭാര്യയാണ് എന്ന് പറയണ്ടേ. ഞാൻ അത് ഇടനിലക്കാരനായി. അതെ അതെ ഇടനിലക്കാരനായി ആ കുട്ടി ആദ്യം സമ്മതിച്ചു. അല്ല, ഷീ വാസ് ആക്ച്വലി ഫോർ ഇറ്റ്. പക്ഷെ ചില പ്രത്യേക ചുറ്റുപാടിൽ ഒക്കാത്തത് കൊണ്ട് എന്നോട് പറഞ്ഞ സ്റ്റോറി ത്രെഡ് ആണെങ്കിൽ അത് ഗംഭീര വിജയമായിരിക്കുമെന്ന് അവരെന്നോട് പറഞ്ഞു.
പക്ഷേ ഇത് ഓരോ റോളും ഓരോരുത്തർക്ക് വിധിച്ചതാണ് ബ്രിട്ടാസ്, അതുകൊണ്ട് പറ്റിയതാണ്. ശ്രീധന്യ അവിടെ ഉണ്ടായിരുന്നു? ഒട്ടുമില്ലായിരുന്നു, എൻ്റെ മനസ്സിൻ്റെ ഏരിയയിൽ പോലും ഇല്ലായിരുന്നു. എങ്ങനെ ശ്രീധന്യ കയറി വന്നു? അതും കുട്ടി കയറി വന്ന വഴി ഇപ്പോൾ മനസ്സിലായി. വളരെ സ്ട്രെയിറ്റ് ആണ്. സ്ട്രൈറ്റ് ആണ്. പക്ഷേ ശ്രീധന്യ എങ്ങനെ ഇത് ഞാൻ പറഞ്ഞുതരാം. അതിനകത്തും ഒരു നിമിത്തമുണ്ട്. ഞാൻ ഈ വല്ലപ്പോഴൊക്കെ ടി വിയുടെ മുമ്പിൽ സമയം ചെലവഴിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഗൃഹാതുരത്വം എന്നും പറഞ്ഞൊരു പ്രോഗ്രാം കണ്ടപ്പോൾ എനിക്കത് അതിലൊരു പെൺകുട്ടി നടന്നു പോകുന്നു. നടക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ഹോബി. വാക്കിംഗ് ആൻഡ് ടോക്കിംഗ്. ക്ലോസ് ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. മൊത്തത്തിൽ കണ്ടപ്പോൾ എനിക്കെന്തോ എന്താ പറയുക, ഒരു ഗായത്രി അവിടെ ഉണ്ട്. ഒരു ലഡ് പൊട്ടി, മനസ്സിൽ ലഡ് പൊട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് വിട്ടു. ഷുഗർ പേഷ്യന്റ് ആണെങ്കിലും ലഡ് പൊട്ടി. ഞാൻ ഷുഗർ പേഷ്യന്റ് അല്ല. ഞാൻ ഷുഗർ പേഷ്യന്റ് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പഞ്ചസാര ജീവിതത്തിലുള്ള ആൾ നടത്തലാണ്. അല്ല, എനിക്ക് ന്യൂ ജനറേഷൻ മാധുര്യം. മധുരം പഞ്ചാരയല്ല, മധുരമാണ് താങ്കളുടെ ജീവിതം. ശരി, അത് ഇമോഷണൽ പഞ്ചാരയാണ്. ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അതെ. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് വിട്ടു. ഇതൊരു വന്ന വഴി നോക്കണം. വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എൻ്റെ കഥ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം നിങ്ങളുടെ പീപ്പിൾ ചാനലിൻ്റെ മുമ്പ് ഞാൻ ഇരിക്കുന്നു. ഒരു പടം റിലീസായിട്ടുണ്ട്, ഇവർ അഭിനയിച്ചൊരു പടം. അപ്പം ഞാനത് കൂടെ കാണാറുണ്ട്. ഈ ഒരുപാട് പുതിയ ആൾക്കാർ കാണാം. അപ്പം നോക്കിയപ്പം ഒരു സ്ത്രീയും ഒരു കുട്ടി ഇരുന്ന് ആ കുട്ടിയാണ് ആ പടത്തിലെ ഹീറോ, അതിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുക. ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് എൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ആളിന് പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഭാര്യ ടൂ മച്ച് പറഞ്ഞില്ലെങ്കിലും ഒന്ന് നോക്കാവുന്നതല്ലേ എന്നോട് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ഫോൺ ചെയ്ത് എൻ്റെ ഒരു സുഹൃത്തിനോട്, നടന്ന കാര്യമാണ്, ഒരു സുഹൃത്തിനോട് പറഞ്ഞു, എടോ ഈ പടം ഒരെണ്ണം കളിക്കുന്നുണ്ട് ഇവിടെ, അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി പോയി ആ പടം കാണാം. ആ പടത്തിൽ ഒരു സ്ത്രീ അഭിനയിച്ചിട്ടുണ്ട്, അമ്മയുടെ വേഷമാണ്, കുട്ടിയുടെ അമ്മയായിട്ട്, എങ്ങനെ ഉണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് പറഞ്ഞു. അങ്ങനെ അന്ന് ഫസ്റ്റ് ഷോ കാണിച്ചു. അത് പോയി കണ്ട് തിരിച്ചു വന്ന പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ എപ്പോഴാണ് ഈ ബുദ്ധി തോന്നിയത്? കൊള്ളുകയില്ല. സത്യമാണോ? വായിക്കുള്ളതില്ല, അത് ശരിയല്ലത്. എന്തിനാണ് ഞാൻ നടന്ന കാര്യം, ഞാൻ അമ്മയാണ് സത്യം, നിങ്ങളല്ലേ പറഞ്ഞത്. അത് കരഞ്ഞാലും ചിരിച്ചാലും ഒരേപോലെ ഇരിക്കും. അപ്പോഴും എൻ്റെ മനസ്സും കൂടെ അങ്ങനാണോ? കൊള്ളത്തില്ല ചേട്ടൻ വേറൊരാളുടെ പേര് പറഞ്ഞു. അപ്പോൾ എനിക്ക് അയാളുടെ ടേസ്റ്റ് മനസ്സിലായി. ആ പറഞ്ഞ ആൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കി യാതൊരു ഇക്കാര്യത്തെ പറ്റി ധാരണ വന്നില്ലെന്ന് മനസ്സിലായി. ഞാൻ എന്നാലും ഇയാളങ്ങ് അറപ്പിച്ചപ്പോൾ ഞാൻ പിന്നെ ആ പടം കാണാൻ ശ്രമിച്ചില്ല. ഒരു കാരണവശാലും ചേട്ടൻ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. ചേട്ടൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒട്ടും പറ്റുകയില്ല. അതെന്നെ അല്പം സൂചിപ്പിക്കാൻ പറഞ്ഞതാവാം, നോക്കണമല്ലോ. അത് പിന്നെയും മാഞ്ഞു. അപ്പോഴും എൻ്റെ കഥ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ പലരെയും അന്വേഷിക്കുന്നിടയ്ക്കാണ് വിട്ടാസിനെ വിളിച്ചിട്ട്, വിട്ടാസെ നിങ്ങളുടെ ഷോയിൽ തന്നെ ഈ മേതിൽ ദേവിക സംസാരിച്ചപ്പോൾ അവരൊരു നമ്പർ ഇട്ടു, അർഹമായ അവസരം കിട്ടുകയാണെങ്കിൽ, നല്ല കഥാപാത്രമാണെങ്കിൽ, എല്ലാവരും പറയുന്നതാണ്, ഞാനൊരു കൈ നോക്കാം. അന്ന് രാത്രി വിളിച്ചു, നിങ്ങൾ ഇടനിലക്കാരനോ, സംസാരിക്കുന്നു, ഓക്കെ ആവുന്നു. ഞാൻ കരുതി മേതിൽ ദേവിയെ റോൾ ചെയ്യും വൃത്തിയായിട്ട്. ഇതിനിടയ്ക്ക് ഞാൻ മഞ്ജു വാര്യരെ സമീപിച്ചു. അപ്പം മഞ്ജു വാര്യർ എന്നോട് പറഞ്ഞൊരു കാര്യം വേറൊന്നുമല്ല, അതായത് ഇപ്പോൾ ഒരു ഭാര്യയുടെ വേഷം കഴിഞ്ഞേ ഉള്ളൂ. വളരെ ശരി, ഐ അഗ്രി വിത്ത് മഞ്ജു വാര്യർ. ഹൗ ഓൾഡ് ആർ യു? ഇമ്മീഡിയറ്റ് ഉടനെ അടുത്തൊരു ഭാര്യ എന്ന് പറയുമ്പം ഒരു ആർട്ടിസ്റ്റ് എന്നതിലൊരു മടുപ്പുണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. അത് ഞാൻ പൂർണ്ണമായി അപ്പം മനസ്സിലാക്കി. അങ്ങനെയാണ് മഞ്ജു വാര്യർ രംഗത്ത് പോയത്. ഞങ്ങളൊരു പടം വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ താങ്കളുടെ ഇത് മിസ്ഫെയർ ചെയ്തപ്പം ഇനി എന്താ ചെയ്യുക. അങ്ങനെ ഞാൻ ലേശം ഹതാശനായിട്ടൊരു ദിവസം ഉച്ചയ്ക്കിരുന്ന് ഞാൻ എൻ്റെ ട്രിവാൻഡ്രത്തുള്ള എൻ്റെ ഫ്ലാറ്റിലിരുന്ന് വീണ്ടും ടി വി ഇതിനുവേണ്ടി സൃഷ്ടിച്ചെന്ന് തോന്നിക്കുമ്പോൾ ഒരാൾ ജയറാമിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അതൊരു പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടൊരു സ്ത്രീയാണ്. ഞാൻ നോക്കുകയും ഉടനെ എഴുന്നേറ്റ് ഇതിൻ്റെ കയ്യിൽ മൊബൈൽ ക്യാമറയിൽ അതിൻ്റെ 3-4 ദൃശ്യങ്ങൾ എടുത്തു. അപ്പോൾ എൻ്റെ ഫയലെടുത്ത് ഇതൊക്കെ ഉണ്ട്, ഇത് പറ്റുമോ നമുക്കെന്ന് ഫയൽ വെച്ചു. കാരണം അതിൻ്റെ ലുക്കും മുഖം മുടിയൊക്കെ ഇട്ട് കുറേ മറിഞ്ഞു കിടക്കുക. എങ്കിലും എൻ്റെ എക്സ്റേ കണ്ണുകൾ ഞാൻ നോക്കിയപ്പം അല്ല ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു എനിക്ക്. ഇത് ഞാൻ പറയുന്നു. അപ്പം ഞാൻ അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞാൽ എൻ്റെ ഭാര്യ എതിർക്കില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു കണ്ടുപിടുത്തമാണ്. ഞാൻ പറഞ്ഞു, ഇതല്ലേ നമ്മൾ അന്ന് കണ്ട ആ പെൺകുട്ടി? ആണോ ആ സംശയ നിവാരണം നടത്താൻ അവിടെ നോക്കിയപ്പം ഞാൻ നേരെ അതിൻ്റെ പ്രൊഡ്യൂസറെ വിളിച്ചു. പ്രൊഡ്യൂസർ പറഞ്ഞു, ഇതൊരു ആങ്കർ പേഴ്സണാണ്, ഇവരുടെ പേര് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ശ്രീധന്യ എന്നാണ്, എനിക്ക് ആ നമ്പറൊന്ന് വേണം. നേരെ വിളിച്ചാൽ സ്ട്രെയിറ്റ്, എനിക്ക് ഇടനിലക്കാരൊന്നും ഇഷ്ടമല്ല, ഞാൻ നേരിട്ട് വിളിച്ചു. ഞാൻ അവർക്ക് വിശ്വസിക്കാൻ വയ്യ. അതുപോലെ ഞാൻ ബാങ്കോക്കിലേക്ക് കയറി വിളിച്ചപ്പോൾ ഇവരും വിചാരിച്ച ഒരു ഫേക്ക് കോളാണെന്ന് ആദ്യം വിചാരിച്ചു. ബാലേന്ദ്രനെ ഭ്രാന്തുണ്ട്, വിശ്വസിക്കാനേ പറ്റില്ല. ബാങ്കോക്കിലായിരുന്നോ? അതെ, പഠിക്കാൻ വേണ്ടി അവിടെ വരെ പോയത് കുട്ടി? പഠിച്ചു വളർന്നൊക്കെ അവിടെയാ. ബാങ്കോക്കിലാണ് പഠിച്ചത്. അതെ.
അപ്പൊ മലയാളമൊക്കെ നന്നായിട്ട് പറയുന്നുണ്ടല്ലോ. അസലല്ല, അപ്പോൾ അതിലേക്ക് വരാം. ഓക്കെ. കഥ പൂർത്തിയായില്ല, ഇതൊന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണ്ടേ. എന്നിട്ട് കേൾക്കണം, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അമേരിക്കയിലുള്ള എൻ്റെ മകളുടെ തോന്നി ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, ത്രെഡ്, സ്റ്റോറി ത്രെഡ്, അതിന് ഒരു എന്താ പറയുക, ഒരു ഇൻഫോർമൽ ചാറ്റുണ്ട്. ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു കുട്ടിയെപ്പറ്റി ഞാൻ കേട്ടിരിക്കുന്നു, നീ അതിനൊക്കെ വല്ല അറിവുണ്ടോ, അവ കുറച്ചുകൂടെ പുതിയ ജനറേഷൻ ആണല്ലോ. അച്ഛാ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. എന്ത് നിങ്ങളുടെ ഏത് ചാനലിൽ വന്ന ബി ചാനൽ ഒരു ലിങ്ക് എനിക്ക് അയച്ചു തന്നു. ആ ഇൻ്റർവ്യൂ കണ്ടതാണ്. ഈ ഇൻ്റർവ്യൂ കണ്ടതും എനിക്ക് ഷീസ് സ്പീക്കിംഗ് ടു രണ്ടുപേരെടുത്ത് അവർ വളരെ ട്രിക്കി ആയിട്ട് ചോദിക്കുന്നു. ഷീ വാസ് കീപ്പിംഗ് വെരി കൂൾ, ആൻസർ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി വലിയ അത്യാഗ്രഹമുള്ളൊരു ഇനമല്ല എന്ന് മനസ്സിലായി. എനിക്ക് വേഷം നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ, ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്, വിധി ഉണ്ടെങ്കിൽ കിട്ടാതിരിക്കില്ല. സ്വാമി വിവേകാനന്ദൻ്റെ പുസ്തകമൊക്കെ വായിച്ച പോലെ തോന്നി. അപ്പം ഞാൻ വർത്തമാനം പറഞ്ഞ മുഖത്തിൻ്റെ മാപ്പ് മൊത്തം കണ്ടു. ഞാൻ പല ആക്ഷനും അറിയാതെ വരുമല്ലോ, കണ്ണൊക്കെ ഇങ്ങോട്ട് പോയി. എനിക്ക് ഇത് മതിയെന്ന് അങ്ങ് തീരുമാനിച്ചിട്ടാണ് ഞാൻ അവരെ വിളിച്ചത്. ടെലിവിഷൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നാണ്, ആങ്കർ ആയിരുന്നു. ആങ്കർ ടേൺ ടു ബി ഒരു ആക്ട്രസ്സായി. ആങ്കർ ഒരു ആക്ട്രസ് ആവുന്നതിലൂടെ വല്ല ഹെൽപ്ഫുൾ ആണ്. ആക്ട്രസ് ആവുന്നതിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ ക്യാമറയോടുള്ള ഫിയർ ഒന്നും തീരെ ഉണ്ടാവില്ല. അത് മാത്രമേ ഉള്ളൂ. ആങ്കർ, ആക്ട്രസ് അല്ലാതെ രണ്ടും കുഴപ്പമില്ല. രണ്ടും അതും പരീക്ഷണമായിരുന്നു, പിന്നെ അത് രസമായി തോന്നി. ഇതും പരീക്ഷണം ആയിരുന്നു, രസമായി തോന്നി തുടങ്ങി. അങ്ങനെയാണ് ഇവരെ. അങ്ങനെ ഓക്കെ, അവിടെ കട്ട്. ഗായത്രി മേനോൻ ചേട്ടൻ വിളിക്കുന്നു, ഫോൺ എടുത്തു. എന്താ പറഞ്ഞ മൂപ്പർ അല്പം ഒരു ഡ്രമാറ്റിക് ആയിട്ട് അവതരിപ്പിച്ചിട്ടോ? ഇല്ല, സാറിന്റെ മെസ്സേജ് എനിക്ക് വന്നത്. ആദ്യം SMS മെസ്സേജ് എന്ന് വെച്ചാൽ കോൾ മീ അറ്റ് 2 PM, ബാലചന്ദ്ര മേനോൻ ഫിലിം മേക്കർ. അപ്പൊ എനിക്ക് ഡൗട്ടായി, ഇനിയിപ്പോ ബാലേന്ദ്ര മേനോൻ ഫിലിം മേക്കർ എന്ന് വെച്ചാൽ ഡൗട്ട്. ബാലേന്ദ്ര മേനോൻ എന്ന് വെച്ചാൽ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. അല്ല, ബാലേന്ദ്രൻ കാർ കച്ചവടക്കാരനാണല്ലേ, ഓട്ടക്കച്ചവടക്കാരൻ കാണും, പറയാൻ നോക്കൂ. അപ്പൊ ബാലേന്ദ്രൻ ഫിലിം മേക്കറിനാണ് വല്ല. ഫിലിം മേക്കർ എന്ന് പറയുമ്പോൾ ഐഡന്റിറ്റി ആണല്ലോ. അത്രയും ധൈര്യത്തിൽ അയച്ചതുകൊണ്ട് എനിക്കിതിപ്പോ സാറ് തന്നെ ആണോ എന്നൊരു ഡൗട്ട്. പക്ഷെ ഞാൻ 2 PM വരെ വെയിറ്റ് ചെയ്തെങ്കിലും അതിന് മുമ്പ് ഞാൻ അത് ചെക്ക് ചെയ്തു, സാറിന്റെ നമ്പർ തന്നെയാണോന്ന്. ട്രൂ കോളറിലും വാട്സാപ്പിലൊക്കെ ചെക്ക് ചെയ്തു. അപ്പൊ എനിക്ക് ഏകദേശം ഉറപ്പായി സാർ ആന്ന്. പിന്നെ 2 PM ഞാൻ തിരിച്ചു വിളിച്ചു സാറിനെ. ആ സമയത്ത് സാർ എന്തോ തിരക്കായിരുന്നു. തിരിച്ചു വിളിക്കാം, സാർ എന്നെ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞു. ഡയറക്റ്റ് തിരിച്ചു വിളിച്ചു. പക്ഷെ എനിക്ക് ഉള്ളിൽ ഭയങ്കര പേടി, ആങ്സൈറ്റി, വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തിനാ സാർ എന്നെ വിളിച്ചതെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഇനിയിപ്പോ എന്തെങ്കിലും മറവൊന്നുമില്ല, ഉള്ള കാര്യം പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ ഗുണവും ദോഷവും അതാണ്. എന്ന് വെച്ചാൽ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്, ഇദ്ദേഹത്തിന്റെ മനസ്സറിയാം. ഒരുപാട് ആൾക്കാർക്ക് ഈ നേരിട്ട് പറയുന്നത് കൊണ്ടുള്ള വിഷമമുള്ളവരുമുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ. അല്ല, കൂട്ടത്തിൽ ഒന്ന് ചേർത്ത് പറയാം. ഈ പടത്തിൽ അഭിനയിക്കാനായിട്ട് ഞങ്ങൾ ആദ്യം കാണുമല്ലോ, കണ്ട് കരാറൊപ്പിടണമല്ലോ, ഏത് ഔദ്യോഗികമായിട്ട്. ഞാൻ ഇവരെ മാറ്റി നിർത്തി പറഞ്ഞു, ഈ സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഇടവേളയ്ക്ക് ശേഷം ചെയ്തൊരു സിനിമയാണ്, അറിയാം, സിനിമ കണ്ടിട്ടുണ്ട്. ഈ ചിത്രത്തിൽ 1-2 ഇൻറ്റിമേറ്റ് സീൻസ് ഉണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ സാർ ഇൻറ്റിമേറ്റ് സീൻസ്? അപ്പം എൻ്റെ സിനിമ കണ്ടിട്ടില്ലേ, എൻ്റെ സിനിമ അനുവദിക്കുന്ന അളവിൽ അല്പം ഇൻറ്റിമസിയുള്ള സീൻസ് ഉണ്ടാവും. അതിൽ ബുദ്ധിമുട്ടുണ്ടോന്ന് സഭ്യമായിട്ടാണെങ്കിലും വളരെ ക്ലോസ് ആയിട്ടുള്ള സീൻസ് ഉണ്ടാവും. അതെ, മേ ബി എ ഫിസിക്കൽ പ്രോക്സിമിറ്റി അതുണ്ട് താനും. അത് ബിറ്റാസ് പടം കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതിനിപ്പോ അവിടെ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് അത് ബുദ്ധിമുട്ട് വയ്യ ചേട്ടാന്ന് പറയാൻ പറ്റും എന്ന് പറഞ്ഞു. അതും കൂടെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ കൺഫേം ചെയ്തത്. അപ്പൊ എന്തായിരുന്നു ഗായത്രി? അല്ല, എനിക്ക് ഡെഫിനറ്റ്ലി കൺസേൺ ഉണ്ടായിരുന്നു, എന്തായിരിക്കും. അപ്പൊ സാർ അല്ല, ഞങ്ങൾ ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത് 2 ചെയറിൽ. അപ്പൊ സാർ പറഞ്ഞു, ഇങ്ങനെ ഒരിക്കലും ഇരുന്നിട്ടായിരിക്കില്ല, ഹസ്ബൻഡ് വൈഫാണ് ക്യാരക്ടർ, അപ്പൊ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ടായിരിക്കില്ല സംസാരിക്കുക. ഞാൻ പറഞ്ഞു ശരി. എന്നാലും എനിക്ക് ഒരു പേടിയും സംശയം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു സാറിനോട്, പറഞ്ഞു എൻ്റെ മൂവീസ് കണ്ടിട്ടില്ലേ, അപ്പോൾ ആ ഒരു വിശ്വാസം എന്നെ വേണം. ഞാൻ അതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്, എന്താണെങ്കിലും ഏതാണെങ്കിലും. അപ്പൊ സാറിനോടുള്ള ആ ഒരു ട്രസ്റ്റ് അതില്. ഗായത്രി ഒരുപാട് സിനിമകളിലൊക്കെ പല സിനിമകളിലൊക്കെ ചെറിയ റോളുകളൊക്കെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് സിനിമാ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ പോലെ ദക്ഷിണയെ പോലെ തീർത്തും അന്യമായിട്ടൊരു മേഖലയല്ല. പക്ഷേ ഗായത്രിയിൽ അങ്ങനെ ഒരു നടിയാകാനുള്ള ഒരു അംബീഷൻ ഉണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നു ഇങ്ങനെ വന്ന് ഈ ചെറിയ ക്യാരക്ടർ ചെയ്തപ്പോഴാണ് ഇത് ഇങ്ങനെ ചെയ്ത് നിൽക്കണോ, ഇതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ചെറിയ റോളിൽ പ്രതീക്ഷിപ്പെടേണ്ട ആവശ്യമുണ്ടോ? ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി. അല്ല, പിന്നെ എനിക്ക് തോന്നി, എനിക്ക് തന്നെ സ്വയം കോൺഫിഡൻസ് പോയി. ഒരുപക്ഷെ എന്നെ ഇതിനെ പറ്റുണ്ടാവുള്ളൂ, അതുകൊണ്ടായിരിക്കുമല്ലോ അവർ അങ്ങനെ കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു ഉള്ളിൽ. ചിലപ്പോൾ വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കും. എന്നെക്കാളും തീർച്ചയായിട്ടും ഡയറക്ടേഴ്സിന് എന്നെ അറിയാലോ, നമ്മളോട് സംസാരിക്കുമ്പോൾ.
അപ്പം നിങ്ങൾക്ക് ഇതേ പറ്റുള്ളൂ എന്ന രീതിയിലാണ് ആയിരിക്കാം ഒരു പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയൊക്കെ പറ്റുള്ളൂ, അതിന് അപ്പുറത്തേക്കൊന്നും ഡ്രീം കാണേണ്ട കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ. മേനോൻ ചേട്ടൻ ഒരു പെർഫെക്ഷനിസ്റ്റാണ്. എന്താ കാരണം വെച്ചാൽ ശ്രീ ബാലചന്ദ്ര മേനോൻ്റെ പ്രത്യേകത വെച്ചാൽ കൃത്യമായി കാര്യങ്ങൾ പറയും. ആ പറയുന്ന കാര്യങ്ങൾ ലഭ്യമാകുമെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള എല്ലാ നടപടിക്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകും. ദക്ഷിണ ഒരു ഹെഡ് മാസ്റ്റർ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു സത്യം ഇതിനോടൊക്കെ പൊരുത്തപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ ദക്ഷിണയ്ക്കുണ്ടായിരുന്നു. നിങ്ങൾ പെയിന്റ് ചെയ്യുന്ന ഒരു ഭീകരജീവിയായിട്ടുള്ളത്. ഭീകരജീവിയല്ല, താങ്കളെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. കയ്യിൽ കണ്ടില്ല നല്ല പോസിറ്റീവ് ചിഹ്നങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ബി പോസിറ്റീവ്. അതല്ലേ ബിട്ടാസിനെ ഒന്ന് ആകർഷിക്കണം എന്ന് വിചാരിച്ചു. ബിട്ടാസ് പേന കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനിത് കെട്ടി വരാൻ. ഞാൻ ഈ പേനയ്ക്കകത്തുള്ള മാന്ത്രികമായ സംഭവമല്ലോ ഇത് ഞാൻ നിങ്ങളിപ്പോൾ നമ്മളിപ്പോൾ ഒരു കുടുംബത്തിരുന്ന് സംസാരിക്കുന്ന നമ്മൾ സംസാരിക്കും. ഉമ്മറപ്പടിയിൽ ഒരാളിരിക്കുന്നു, അപ്പുറത്തിരിക്കുന്നു, ഇപ്പുറത്തിരിക്കുന്നു, അങ്ങനെ സംസാരം നടക്കണേ അല്ലേ ഗായത്രി? അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ സ്വഭാവം എനിക്ക് നിങ്ങളെക്കാരും നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു പെർഫെക്ഷനിസ്റ്റാണ്. ആരെന്ത് വിചാരിക്കുന്നുള്ളത് കൊണ്ടൊന്നും പുള്ളിയുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ പെരുമാറ്റത്തിലോ സംഭാഷണത്തിലോ ഒന്നും ഒരു മാറ്റം വരുത്താൻ പോകുന്നില്ല. അത് നിങ്ങൾക്ക് ദക്ഷിണ ഗായത്രി പിന്നെയും ഇതുമായിട്ട് ഈ ഫീൽഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സ്ഥിതിക്ക് അതിൻ്റെ കൺസ്ട്രെയിൻസും സ്കോപ്പും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അറിയാം. ബട്ട് യു ആർ എ ന്യൂ കമർ. അതെ, എനിക്ക് ആദ്യം വിളിച്ചപ്പോൾ തന്നെ അമ്മയാണ് ഫോൺ എടുത്തത് തന്നെ. അപ്പൊ ഞാൻ പിന്നെ ഡബിൾ ചെക്ക് ശരിക്കും ഞാൻ അയച്ചു. ഏർപ്പാട് ഇവരല്ലേ, അവർക്കറിയാലോ. ഈ കണക്ഷൻ വെച്ചാണ് ആദ്യം പരിചയപ്പെട്ടത് തന്നെ. സോ ആദ്യം അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം വന്നില്ല. ഒരു ഡബിൾ ചെക്ക് ശരിക്കും സാർ ആണോ എന്ന്. പിന്നെ സാർ ആയതുകൊണ്ട് അങ്ങനെ ഒരു കോൺഫിഡൻസ് എനിക്ക്. ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഹിസ്റ്ററിയേ ഇല്ല. ഒരുപാട് വലിയ വലിയ നടികളെ മലയാള സിനിമയ്ക്ക് പ്രദാനം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ആരൊക്കെയാണ്? ഒരുപക്ഷെ മലയാളത്തിൽ നിറഞ്ഞാടിയിട്ടുള്ള ശോഭന ഉൾപ്പെടെ, കാർത്തിക, ആനി, പാർവതി, അങ്ങ് പോകുന്നു. ഒരു 1/2 ഡസൻ മുൻനിര നായികമാരെ സംഭാവന ഇതാണ്. അപ്പോൾ അത് നല്ല കൈപുണ്യമുള്ള കൈയാണ് നടികളെ പ്രദാനം ചെയ്ത കാര്യത്തിൽ. ദക്ഷിണയെ പുതിയൊരു അവതാരമായിട്ട് അദ്ദേഹം കണ്ടപ്പോൾ ഈ പറഞ്ഞ മുഖങ്ങളൊക്കെ മനസ്സിൽ വന്നു. അതോ അതിനെക്കുറിച്ചൊന്നും ധാരണയില്ലേ? വന്നു. അത് എനിക്ക് ആദ്യം വിചാരിച്ചത് എനിക്ക് എങ്ങനെ നെക്സ്റ്റ് ഇൻ ലൈൻ വരാൻ പറ്റുന്ന, ഹൗ ആം ഐ വർതി ഓഫ് ദാറ്റ് മച്ച് ടാലന്റ്. ബാലചന്ദ്ര മേനോന്റെ സിനിമകൾ താങ്കൾ കണ്ടിട്ടുണ്ടോ? ഏപ്രിൽ 18 അമ്മ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ബിറ്റ്സ് ആൻഡ് പീസസ്. അവിടെ ബാങ്കോക്കിൽ വളർന്നാണ് അമ്മ. എന്തായാലും ശ്രീ ബാലചന്ദ്ര മേനോന്റെ ഒരു ഫാനായിരിക്കും. എന്താ കാരണം അറിയോ? ആ കാലഘട്ടത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഇദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. അല്ല ഗായത്രി? അത് പറയാൻ പറ്റിയിട്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ തന്നെ പറയട്ടെ. അത് പറയുന്നില്ലല്ലോ. അങ്ങനെയില്ല ബിട്ടാസ്, അങ്ങനെയല്ല ഞാൻ പറയാം. ബിട്ടാസിന്റെ എനിക്ക് സൂചന മനസ്സിലായി, കറക്റ്റാണ്. നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു തലമുറ എന്ന് പറയുന്ന ആ തലമുറയെ കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ എൻ്റെ അടുത്ത തലമുറക്കാരായി കഴിഞ്ഞു. ജസ്റ്റ് ഇമാജിൻ. അവരോടൊപ്പം ഇരിക്കുക, അവരോടൊപ്പം ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ്. എക്സാക്ട്ലി. യെസ്. പക്ഷേ പിന്നെ ശ്രീ ബാലചന്ദ്ര മേനോന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾ വളരെ യങ്ങാ ഇപ്പോഴും. യു ആർ യങ് അറ്റ് ഹാർട്ട്. ഉറപ്പായിട്ടും 101%. ഞാനും മൂപ്പറുമായിട്ട് ഞങ്ങൾക്കൊരു കെമിസ്ട്രി ഉണ്ട്. പല കാര്യങ്ങളും വിളിക്കുകയും സംസാരിക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ നല്ലതൊരു കെമിസ്ട്രി ഉണ്ട്. അന്തർലീനമായി കിടക്കുന്ന ഒരു വലിയൊരു എന്താ പറയുക, ഒരു നൈസർഗികമായിട്ടുള്ള ഒരു സൗഹൃദമുണ്ട്. ഇദ്ദേഹം എപ്പോഴും ചെറുപ്പക്കാരുടെ പക്ഷത്താണ്. പരീക്ഷണങ്ങളാണ് മൂപ്പറുടെ ഏറ്റവും പ്രധാനം. പിന്നെ ഡിറ്റർമിനേഷൻ. ഗായത്രിക്ക് അറിയുമെന്നറിയില്ല, മോളിൽ പോയിട്ട് തിരിച്ചു വന്ന ഒരാളാണ് അദ്ദേഹം. അറിയോ? ദൈവത്തെ പോലും പുള്ളി സംസാരിച്ച് തോപ്പിച്ചു കളഞ്ഞു. അതിലെനിക്ക് പങ്കില്ല. പങ്കില്ലെങ്കിലും ദൈവം പരാജയപ്പെട്ടു. ഇല്ല, ദൈവം ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല. പരാജയപ്പെടുക എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫിഗറേറ്റീവ് സെൻസിലാണ്. എന്താ കാരണം വെച്ചാൽ ദൈവത്തിന് തന്നെ ഇദ്ദേഹത്തിന് ഇനിയും പോയിട്ട് സംവിധാനം ചെയ്യാനുണ്ട് എന്ന് ദൈവം തിരിച്ചറിഞ്ഞു. അതാവാം. അത് ഉറപ്പായിട്ടും ആവാം. കാരണം ഈ സംവിധാനം ചെയ്യില്ല എന്ന് വളരെ ശക്തമായ രീതിയിൽ ഒരു പ്രചരണം, അതൊന്നും അസത്യമൊന്നുമല്ല. അത് ആകാംക്ഷയിൽ പലരും ചോദിച്ചു, ഇനി എന്താ ഇപ്പോഴത്തെ അവസ്ഥ, ഇനി വല്ലവരും വന്നാലും വല്ല അഭിനയിക്കാൻ പറ്റും, ഡയറക്ഷനൊന്നും ഇനി പറ്റത്തില്ല അല്ലേ എന്ന് ചോദിച്ച ഒരുപാട് വ്യക്തികൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അത് അവരെൻ്റെ അടുത്ത്, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറയും, ഇത്ര സ്നേഹമാണ് നിങ്ങൾക്ക്, നിങ്ങളെപ്പറ്റി ആൾക്കാർക്ക് എന്ത് കാര്യമായിട്ടാണ് ചോദിക്കുന്നത്. ഇത്രയും സുഹൃത്തുക്കളെ എങ്ങനെ ഉണ്ടാക്കി എനിക്കറിഞ്ഞൂടാ. ഞാൻ സംവിധാനം ചെയ്യാതിരുന്നാൽ അവർക്കെന്താണ് പറയുക എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇപ്പം ഈ സംവിധാനം ചെയ്തു എന്ന് പറയുന്നതിനകത്ത് ഒരു ഭയങ്കരമായ ഒരു ഇതിന്റെ ടൈറ്റിൽ ഇടാനുള്ള കാരണം അത് തന്നെയായിരുന്നു. ആവണം പറ്റും. ഞാൻ കള്ളം പറയേണ്ട ആവശ്യം എന്താ? ആവണം. ഒരു വാശി, ആ വാശിയല്ലേ ജീവിതം. നിശ്ചയദാർഢ്യം. അത് താവേ ഇതല്ല. ഇപ്പം എം ഡി വാസുദേവരുടെ കഥയിൽ എന്താ, എല്ലാ അമ്മാവൻ അടിച്ച് വെളിയിൽ കളയും, അവൻ ദുബായി പോയി ജോലി തിരിച്ചു പോയി തറവാട് വിലയ്ക്ക് വാങ്ങിക്കും. അത്രയൊക്കെ ഉള്ളൂ ജീവിതം. സംവിധാനം ചെയ്യില്ല എന്ന് തോന്നുന്നു, ചെയ്യുക. വിലക്കെല്ലാം മേടിച്ചു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ വേണമെങ്കിൽ മൂപ്പർ വിചാരിക്കും എന്തിനത് വിലക്ക് മേടിച്ചു. അതുകൊണ്ടാവും. അത് അടുത്ത സ്റ്റേജാ. ഗായത്രി, ശ്രീ ബാലചന്ദ്ര മേനോനുമായിട്ടുള്ള താങ്കളിപ്പോൾ കുറേ ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ ലൊക്കേഷനിലും അതുപോലെ ഫിലിം പ്രൊമോഷനായിട്ട് ഇപ്പോഴും സിനിമ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചൊരു സിനിമയായിട്ട് തന്നെയാണ് ആൾക്കാർ കാണുന്നത്. എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിലെ പ്രേക്ഷകർ പണ്ട് കണ്ടു പറഞ്ഞ, അനുഭവിച്ച, സ്പർശിച്ച ഒരു അനുഭൂതിയായിട്ട് അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് ആകർഷിക്കപ്പെട്ട് വരുമെന്നുള്ളത്. പക്ഷേ എങ്ങനെയുണ്ടായിരുന്നു? വാട്ട് ഡു യു ഫീൽ ആക്ച്വലി? ആ കംഫർട്ട് ലെവൽ ഉണ്ടായിരുന്നു? കംഫർട്ട് ലെവലിൽ ഈ പറഞ്ഞ പോലെ ഞാൻ പലയിടത്തും ഇങ്ങനെ പറഞ്ഞു. കാര്യം ആദ്യത്തെ 2 ദിവസം ഞാൻ ആക്ട് ചെയ്ത മൂവീസ് സാർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെറിയ ചെറിയ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ കൂടുതൽ എനിക്ക് ആക്ടിങ്ങിനെ കുറിച്ചും വലിയ ധാരണയൊന്നും ഇല്ല. അപ്പോൾ വന്നു കഴിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു സാറിനും അബദ്ധമായോന്ന് തോന്നിയോന്ന് എനിക്ക് അറിയില്ല. ആദ്യത്തെ 2 ദിവസം എനിക്ക് തോന്നി, ദൈവമേ എനിക്കിനി ഇത് ചെയ്യാൻ പറ്റുമോ? സാറ് എടുത്തു കഴിഞ്ഞു, ഇനിയിപ്പോൾ സാറിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ബുദ്ധിമുട്ടാവും. ആദ്യത്തെ 2 ദിവസം ഞാനും കുറെ സ്ട്രഗിൾ ചെയ്തു. ഗായത്രി ശ്രീ ബാലചന്ദ്ര മേനോന്റെ വൈഫായിട്ടല്ലേ വരുന്നത്. അപ്പം ഇദ്ദേഹത്തിന്റെ ചേഷ്ടകളോടുള്ള ഒരു പ്രതിക്രിയ എപ്പോഴും ഗായത്രി ഉണ്ടാകണം. അതൊരു ഭർത്താവ് എന്നുള്ളൊരു ഉറപ്പായിട്ടും. അപ്പൊ ആ ഒരു ബോഡി ലാംഗ്വേജിനോടും ആ ഒരു എന്താ പറയാ ആ ഭാവചേഷ്ടകളോടും ഒക്കെ എങ്ങനെ പൊരുത്തപ്പെടാൻ പറ്റിയ നല്ലൊരു ഒരു സിംഫണി ഉണ്ടാവുള്ളൂ. കെമിസ്ട്രി അതെനിക്ക് തോന്നുന്നു നാച്ചുറലി അത് വന്നു പതുക്കെ. പിന്നെ സാറ് ഈ ക്യാമറയുടെ മുന്നിൽ ക്യാമറയുടെ ബിഹൈൻഡ് ക്യാമറ ഉള്ള ഒരാളെ അല്ല ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ അല്ല മാറും ശരിക്കും. ഇത് സാറ് തന്നെയാണോ നമുക്ക് ഡൗട്ട് തോന്നും. പ്രത്യേകിച്ച് മേക്ക് ഓവറും പിന്നെ കണ്ണിന്റെ എല്ലാം മാറും. പിന്നെ നമുക്ക് തിരിച്ച് അഭിനയിക്കാതെ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആവും. നമ്മൾ അഭിനയിച്ച് പോയതായിരിക്കാം. ആദ്യത്തെ ഒരു 3-4 ദിവസങ്ങളിൽ നേരത്തെ ആ ഒരു ഡിസ്കംഫർട്ട് നമ്മുടെ ഡയറക്ടർ പ്രതീക്ഷിക്കുമല്ലോ. ഉറപ്പല്ലേ? താങ്കൾ ഇപ്പോൾ ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ കൊണ്ട് ആ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളെ ഇത്തിരി ഡിസ്കംഫർട്ട് ആണെങ്കിൽ മനസ്സിലാക്കി അവരെ കംഫർട്ടബിളി കൊണ്ടുവരാൻ നമ്മൾ പലതും ശ്രമിക്കുന്ന പോലെ ഗായത്രിയുടെ ഒരു എനിക്ക് പറയുമ്പോൾ അല്ലല്ല സ്റ്റിഫല്ല. ഏക പ്രശ്നം സംശയങ്ങളായിരുന്നു. സംശയ രോഗം. ഒന്ന് ഇവിടുന്ന് എവിടെയാണ് ഞാൻ തൊടേണ്ടത്, ഇങ്ങനെ വെച്ചാൽ മതിയോ, കൈ ഇങ്ങനെ വെച്ചാൽ മതിയോ, രസകരമായ സംഭവം ഞാൻ പറയാം. ഒരു പാട്ടിന്റെ കോളത്തൊരു പാട്ട് സംഭവം എടുത്തപ്പോൾ ക്യാമറമാനോട് ഞങ്ങൾ ഓടിപ്പിടിച്ച് തീർക്കുക. അപ്പോൾ കുറച്ച് ഭാര്യാഭർത്തൃ ബന്ധം കാണിക്കാനുള്ള ഏകമാർഗം ബീച്ചിൽ പോകാന്നുള്ളതാണ്. ഇത് മാറ്റം വന്നിട്ടില്ലല്ലോ. ബീച്ചിൽ പോയി ഞങ്ങളിങ്ങനെ ഉല്ലാസമായിട്ട് ഞാൻ ഗായത്രിയുടെ മടിയിൽ കിടക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന കൈയെടുത്ത് നെറ്റിയിലേക്ക് വെച്ച് നമ്മൾ ഫോണിൽ ചെയ്യത്തില്ല. അപ്പോൾ അതെല്ലാം കേൾക്കും. അപ്പം ക്യാമറമാൻ പറഞ്ഞു, സാർ ഇങ്ങനെ ഫ്രെയിമിൽ ഗായത്രി ഇങ്ങനെ സ്റ്റിഫായിട്ടിരിക്കുകയാണ്. അതല്ലേ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഞാൻ ഇവരുടെ അടുത്ത് പറയുന്നില്ല. അപ്പം ഞാൻ കിടന്നുകൊണ്ട് പറഞ്ഞു, എന്നോട് എന്തെങ്കിലും പറഞ്ഞോളൂ കേട്ടോ എന്ന് ഞാൻ പറയുന്നു. എന്നോട് എന്തെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് ക്യാമറ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഇത് നടന്ന സംഭവമാണ്. കൂളായിട്ട് ചോദിക്കുന്നു, ഞാൻ എന്താ ചോദിക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പേര് ചോദിക്കാൻ പറഞ്ഞു. പേര് ചോദിച്ചു, എന്താ പേര്? ചിരിച്ചോണ്ട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്താ പേര്? അപ്പം ഞാൻ അവിടെ നിന്നിട്ട് ബാലചന്ദ്രൻ. അപ്പോൾ കറക്റ്റ് പാട്ടിൻ്റെ ലിപ്പ് വരുമ്പോൾ കറക്റ്റ് ആക്ഷനായിട്ട് തോന്നും. അതൊക്കെ എനിക്ക് ആദ്യം കുറേ ബുദ്ധിമുട്ട്. പക്ഷെ ആ ബുദ്ധിമുട്ട് എന്നോട് ചോദിച്ചാൽ ബിട്ടാസ് ആസ് എ ഡയറക്ടർ ഐ ആം ബൗണ്ട്. ഞാൻ പലപ്പോഴും ഞാൻ വളരെ വേദനയോടെ പറയാം, അപൂർവം ചില അവസരങ്ങളിലും ചില പെൺകുട്ടികളെ കൊണ്ടുവന്ന് സിനിമയിൽ അഭിനയിച്ചിട്ട് 3-4 ദിവസം അഭിനയിപ്പിച്ചിട്ട് പിന്നെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മടക്കി വെച്ച കേസസ് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് വളരെ ദുഃഖം തോന്നി. ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്യില്ല. അത് ആസ് ഗുഡ് ആസ് മർഡറിങ് ദം. ഒരിക്കലും ചെയ്തത്. ഗായത്രി ഒരു ഭർത്താവിനോടുള്ള ഒരു സ്നേഹ പ്രണയ ആ പ്രസരണ ചേഷ്ടകൾ എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ മനസ്സിലായില്ല എനിക്ക് എന്താന്ന്. ജീവിതത്തിൽ ഇതൊക്കെ കടന്നു പോയിട്ടുള്ളതല്ലേ? അത് തന്നെ ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. അത് കടന്നു പോയിട്ടുള്ളതല്ലേ? പിന്നെ എന്താണ് പ്രകടിപ്പിക്കാൻ ഒരു വൈക്ലഭ്യം ഉണ്ടായിരുന്നു? അത് ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ആരും പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നല്ലോ, നാച്ചുറൽ ആയിട്ടല്ലേ. നിങ്ങൾ പറഞ്ഞതാണ് പ്രശ്നം. നാച്ചുറലായിട്ട് ചെയ്യാൻ വേണ്ടി സമ്മതിക്കണം. അല്ല പക്ഷേ അത് ഏറ്റവും രസം അനദർ തിങ് ഈസ് നല്ല ക്ഷമയാണ്. എത്ര പറഞ്ഞാലും വിരോധമില്ല. അതുകൊണ്ട് നമുക്ക് സന്തോഷമാണ്. അല്ലാതെ അങ്ങനെ മൂഡ് ഓഫ് ഒന്നും ആവത്തില്ല, പിണങ്ങില്ല, അതൊന്നുമില്ല, പിണക്കൊന്നുമില്ല. വരട്ടെ, ഒരാളിങ്ങനെ കാത്തിരിക്കുകയാണ്. വരാം സാറേ വരാം. മലയാളികളുടെ മനസ്സിൽ
കുടുംബ ചിത്രങ്ങളിലൂടെ കുടുംബ സദസ്സിനകത്തുള്ള പ്രിയങ്കരനായ ഒരു സംവിധായകനും നടനുമാണ് ബാലേന്ദ്ര മേനോൻ. അദ്ദേഹത്തിൻ്റെ സർഗശക്തിക്ക് ഒരു പോറലുപോലും ഏറ്റിട്ടില്ലെന്നും മലയാളിയുടെ മനസ്സ് ഇന്നും അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നും നിങ്ങളെ ധരിപ്പിക്കും ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയും. അത്ര അതിമനോഹരമായിട്ട് ഇന്ന് കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള എല്ലാ പുതുമകളുടെയും വേണ്ടി വന്നാൽ നിങ്ങളിപ്പോൾ പറയുന്നില്ലേ ന്യൂ ജനറേഷൻ്റെയും എല്ലാ വികാരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തൻ്റെ സ്വതസിദ്ധമായ കുടുംബചിത്രം വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് ഞാൻ സംവിധാനം ചെയ്യും എന്ന ചിത്രത്തിലൂടെ. ശ്രീകുമാർ, ശത്രുക്കൾക്കൊപ്പം ഒരുപാട് മിത്രങ്ങളും ഞങ്ങൾക്കുണ്ട്. ഇല്ല, എനിക്ക് ശത്രുക്കളെ ഉണ്ടെന്നുള്ളൊരു ധാരണ എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് ബിട്ടാസ്. എനിക്ക് നല്ല വിശ്വാസം. എന്നെ എന്തിനും ഇഷ്ടപ്പെടാതിരിക്കണോടെ ബിട്ടാസ് പറയും. അതാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ പ്രഹേളികതയാണ്. അതെ, നിങ്ങൾ എങ്ങനെ ചില ആൾക്കാരെ ശത്രുക്കളാക്കുന്നു? ഞാനോ ആരെ ആക്കിയിട്ടില്ല. എനിക്ക് അല്ല, എൻ്റെ നോട്ടത്തിലില്ല കേട്ടോ. ഞാൻ ചില ആൾക്കാർ പറഞ്ഞൊന്നും പറഞ്ഞില്ല, താങ്കൾ എന്തിനാ സംവിധാനം ചെയ്ത് സംവിധാനം ചെയ്യുമോ, എന്താ സംവിധാനം ചെയ്തിട്ടെന്താണ്, എന്തിനാണ് സിനിമയായിട്ട് പിടിക്കുന്നത് എന്നൊക്കെ പല ആൾക്കാരുടെ മനസ്സിൽ ചോദ്യങ്ങൾ വരുന്നില്ലേ? അല്ലാതെ നമ്മുടെ മലയാള സിനിമ ശ്രീ ബാലേന്ദ്ര മേനോൻ താങ്കളെ എഴുതി തള്ളിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. താങ്കളെ സിനിമയിലല്ല ജീവിതത്തിൽ നിന്ന് തള്ളിയ ആൾക്കാരുണ്ടായിരുന്നു. ഉണ്ടാവാം. താങ്കൾ ഈ ലോകത്ത് നിന്ന് തന്നെ പോയി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവരുണ്ടായിരുന്നു. ഉണ്ടാവാം. താങ്കളെക്കുറിച്ച് വ്യക്തിപരമായി ഒരുപാട് അധിക്ഷേപം ചൊരിഞ്ഞവരുണ്ടായിരുന്നു. താങ്കൾക്കെന്തോ മാറാത്തൊരു രോഗമാണെന്ന് പോലും പറഞ്ഞവരുണ്ടായിരുന്നു. താങ്കൾ ഒളിച്ചുപോയി എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. എന്തെല്ലാം ആൾക്കാരാണ്! അതെല്ലാം ഈ പടത്തിലും പറയുന്നുണ്ട്. ഉണ്ട്. ഓ, അപ്പൊ താങ്കളുടെ ഒരു ആത്മകഥാപരമായിട്ടുള്ള അത് ആത്മകഥാപരം എന്ന് വെച്ചാൽ സുഖമില്ലാതെ പോയാൽ അങ്ങനെ സംവിധാനം ചെയ്യുന്നത് അതല്ല. ഇതിനകത്ത് എൻ്റെ എല്ലാ സിനിമകളും പ്രതിഫലിപ്പിക്കുന്ന പോലെ എൻ്റെ ജീവാംശങ്ങൾ ഈ പടത്തിലുണ്ട്. അതിൽ ഒരു ഭാഗമായിട്ട് ഒരാളെ കാണാതായപ്പോൾ എന്തെല്ലാം ആൾക്കാർ നാട്ടിൽ പറഞ്ഞു പരത്തുന്നു എന്നും എവിടെ ജയിലിൽ കിടന്ന് ചത്തു എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞു കിടന്നുകൊണ്ടിരുന്നാൽ 2 മാസം മുമ്പ് ചത്തു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇങ്ങനെയുള്ള മ്ലേച്ഛമായ വർത്തമാനങ്ങളൊക്കെ വളരെ അബദ്ധമാണെന്നുള്ള മെസ്സേജാണ് സിനിമയിലൂടെ കൊടുക്കുന്നത്. ദക്ഷിണ മോളിപ്പി സിനിമയിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വരവ്, ഇപ്പം ഗായത്രിക്കൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഒരു വരവിനുള്ളൊരു സാധ്യത കിട്ടിയില്ല. ഒരുപാട് ചെറിയ ചെറിയ റോളുകളൊക്കെ വന്ന് അല്പം ഡിസപ്പോയിൻമെൻറ്റും അല്പം സംശയവും പല സന്ദേഹങ്ങളൊക്കെ ആയിട്ടാണ് നിന്നത്. പക്ഷേ കുട്ടിക്ക് പ്രത്യേകിച്ച് അതിന് സന്ദേഹത്തിന് ആവശ്യമില്ല. എന്നുവെച്ചാൽ ഒരു സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളിലേക്ക് വരികയാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ തുറന്ന് സമ്മതിച്ചാൽ ഇല്ലെങ്കിൽ തന്നെയും അദ്ദേഹം നിരവധി സ്വകാര്യ സംഭാഷണങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ബ്രിട്ടാസ്, ഞാൻ ഒരുപാട് നടികളെ മലയാള സിനിമയ്ക്ക് പ്രദാനം ചെയ്തു. എത്രയോ ആൾക്കാർ ഇവിടെ രാജ്ഞികളായി മാറി. പക്ഷെ പിന്നീട് എനിക്കൊരാവശ്യം വന്നപ്പോൾ അവരെ വിളിക്കുമ്പോൾ അവരിൽ പലരും എൻ്റെ ഫോൺ പോലും എടുത്തില്ല. ഇല്ല ബ്രിട്ടാസ്, താങ്കൾ പ്രതികരിക്കണ്ട, ഞാൻ ആ കുട്ടിയോടെ ചോദിക്കുന്നത്. അതൊരിക്കലും നമ്മൾ തമ്മിൽ ഉണ്ടാവില്ല. സാറിന് സെക്കൻഡ് ഫാദറായിട്ട് തന്നെയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ഹി ഹാസ് മേഡ് മീ ഫീൽ സോ അറ്റ് ഹോം. ഇത്ര പഠിപ്പിച്ചും തന്നിട്ടുണ്ട്. അങ്ങനെ കൂട്ടത്തിൽ ഒരു കാര്യം ദക്ഷിണ മറന്നൊരു കാര്യമാണ്. ഞാനും ദക്ഷിണയും തമ്മിലുള്ള ബന്ധം അച്ഛനും മകളും തമ്മിലുള്ള ബന്ധമാണ്. അത് ആ സിനിമ കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അത് വളരെ ഹൃദയസ്പർശിയായ ഒരു ബന്ധമാണ്. അത് സിനിമയിൽ ഞാൻ എൻ്റെ ക്യാരക്ടർ കാണിക്കുന്ന എല്ലാം ജെന്യുവൻ ആണ്. അങ്ങനെ ഒരു ബന്ധം വരുത്തി കഴിഞ്ഞാൽ അതങ്ങനെ സിനിമ കഴിഞ്ഞു എന്ന് പറഞ്ഞ് മാഞ്ഞു പോവില്ല. അങ്ങനെ ഒരു ദക്ഷിണ സിനിമയിൽ ജീവിച്ചു. ഉറപ്പായിട്ടും അതല്ലേ ഉദ്ദേശിക്കുന്നത്? മറ്റൊരു ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയാണെന്ന് തോന്നിയില്ല. ഇല്ല, അങ്ങനെ വേണം. ശ്രീ ബാലേന്ദ്ര മേനോൻ ഒരു അച്ഛനാണെന്ന് തന്നെ മനസ്സിൽ വിചാരിക്കേണ്ട എല്ലാ ഘടകങ്ങളും ആ കഥാപാത്രം പ്രദാനം ചെയ്യും. അങ്ങനെ ഉണ്ടാക്കി തന്നു അങ്ങനെ ഒരു അവസരം. ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ അഭിനയത്തിൽ കൂടെ ബിഹേവിയർ, എൻവയൺമെൻറ്റ് എല്ലാം ഭയങ്കര കംഫർട്ടബിൾ ആക്കി തന്നത് സാറ് തന്നെയാണ്. സോ അങ്ങനെ ആ ബന്ധം ഇറ്റ് വിൽ ഓൾവേസ് സ്റ്റേ. അങ്ങനെ സ്വാഭാവികമായിട്ടും ആ ഒരു തനതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വൈകാരികമായിട്ടുള്ള അടുപ്പം അത് ഇനിയും തുടർന്നും ഉണ്ടാവുമെന്നല്ലേ ദക്ഷിണ പറഞ്ഞു വരുന്നത്? അതെ. മോളെങ്ങനെ മലയാളം പഠിച്ചു? എങ്ങനെയാ മലയാളം പഠിച്ചതെന്നാ? വീട്ടിൽ മലയാളമാണ് പറയുന്നത്. ഇപ്പോഴും അങ്ങനെ അത്ര അക്ഷര സ്ഫുടത വന്നിട്ടില്ല. ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ കുട്ടി വേറൊരു എന്താ പറയുക ജനറേഷനിലുള്ള ആളാണ്. ശ്രീ ബാലേന്ദ്ര മേനോൻ കഥ, തിരക്കഥ, സംവിധാനം, അഭിനയം, സംഗീത സംവിധാനം ഒന്നും എല്ലാം ചെയ്തു. അപ്പം വേറൊരു തലമുറയെ പ്രദാനം ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ ആ സിനിമയിൽ അഭിനയിച്ചപ്പോൾ കുട്ടിക്ക് ഒരു പക്ഷേ കുട്ടിയുടെ ആ തലമുറയുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്ന തലങ്ങളാണ് ഉണ്ടായിരുന്നത്.
അത് ഒരു ചെറിയൊരു അന്യതാബോധം ഞാൻ ഇതുമായിട്ട് സിങ്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ തോന്നലുണ്ടായോ? അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എൻ്റെ പാർട്ട്ണറായിട്ട് അഭിനയിക്കുന്നതും യങ്സ്റ്ററാണ്. പക്ഷെ പുതിയ ന്യൂ ജനറേഷൻ ഫിലിം അന്ന് അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഞാൻ ഒരിക്കലും വരുത്തിയിട്ടില്ല. ഒരു ന്യൂ ജനറേഷൻ ഫിലിം എന്ന് പറഞ്ഞാൽ എല്ലാ ജനറേഷനിലും ഓരോ തീംസ് കൊണ്ടുവരുന്നുണ്ട്. എല്ലാ റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്. ദ ഡിഫറൻസ് ഇസ് നമ്മൾ ടൂൾസ് ഉപയോഗിക്കുന്നത് വേറെയാണ്. ആൻഡ് ഓൾസോ ഓഡിയൻസിൻ്റെ എക്സ്പെക്റ്റേഷൻസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുത്തേണ്ടത് ക്വാളിറ്റിയാണ്. ക്വാളിറ്റി ഡയറക്ഷൻ, ക്വാളിറ്റി സ്റ്റോറി. അത് പരിഷ്കാരമുള്ള സ്റ്റോറി അങ്ങനെ വേണമെന്നില്ല. ട്രഡീഷണൽ ആയാലും നമുക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റും. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. അപ്പം സ്റ്റോറി കേട്ടപ്പോഴും സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്തപ്പോഴും അങ്ങനെ ഒരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തു. പുതിയ സിനിമകളിലേക്ക് കാലുകുത്താനുള്ള ഒരു പരിണത നേടിയോ? ധൈര്യമായോ? ധൈര്യമായി. അതെ, സാറിന്റെ കീഴിൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്ന ഒരു സ്കൂളിൽ പോകുന്ന പോലെ, ഒരു ഡിഗ്രി കിട്ടിയ പോലെയാണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. ഞങ്ങള് മുമ്പ് പിന്നെ ഇതേ ഫ്ലോറിൽ വെച്ച് ഞങ്ങൾ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഒരു വാചകം പറഞ്ഞത്. ഒരു പക്ഷേ ഞാൻ ഈ സിനിമയുടെ ഞാൻ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും വായിക്കും. എന്നാ കാരണം വെച്ചാൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ട്. അപ്പോൾ ആ വ്യക്തിയെ ഞാൻ വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാണ്. ഈ ഫ്ലോറിൽ നിന്നുകൊണ്ട് തന്നെ അവരെ കൊണ്ടുവരുവാണ്. ബിക്കോസ് ലെറ്റ് us see. ഈ ചോദ്യം ഞാൻ ഇപ്പോൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഞാൻ പല പ്രാവശ്യം ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളതാണ്. കുറേ പടങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ബാലേട്ടൻ അതിൽ തന്നെ മെയിൻ ക്യാരക്ടേഴ്സ് കുറേ ചെയ്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും അതായത് ചില റോൾസുകൾ ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴെങ്കിലും പ്രേക്ഷകരോ അല്ലെങ്കിൽ കൊളീഗ്സ് ആയിട്ടുള്ള ആൾക്കാരോ ആ റോള് ബാലേട്ടൻ ചെയ്യേണ്ടായിരുന്നു അല്ലെങ്കിൽ മിസ്റ്റർ വൈകിയെ കൊണ്ട് ആ ക്യാരക്ടർ ചെയ്യിപ്പിച്ചിട്ടില്ല എന്ന് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ആ ക്യാരക്ടർ അവരെ മനസ്സിൽ ഉദ്ദേശിച്ചാണ് ഞാൻ ആ ക്യാരക്ടർ എഴുതിയത്. ഞാൻ ചോദിച്ചപ്പോൾ കോൾ ഷീറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ റോള് ചെയ്തത് എന്ന് മറുപടി പറയേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുള്ള ചില റോൾസ് തന്നെ ചെയ്തിട്ടുള്ള ചില റോൾസ് തന്നെ ഞാനിത് ചെയ്യണ്ടായിരുന്നു, മറ്റേ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിച്ചാൽ മതിയായിരുന്നു എന്ന് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ അംബിക എന്നോട് പറഞ്ഞു ഈ ഒന്നും കൂടി ചോദിക്കണം. എന്താ കാരണം വെച്ചാൽ ഇതൊരു പുതിയൊരു സിനിമ വന്ന സ്ഥിതിക്ക് ഒന്നും കൂടി അതോട് ചോദിക്കണം. ഒരു പക്ഷേ ഈ റോള് അദ്ദേഹത്തിന് തന്നെ പറഞ്ഞിരിക്കുന്ന റോളായിരുന്നു. എനിക്ക് 101% ബോധ്യമില്ല ഞാൻ ചെയ്യില്ല. ഒരു എലമെൻ്റ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റേ എന്ന് പറയും. ഞാൻ സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ ജോലി ചെയ്യുന്ന ആളല്ല. ഈ കഥാപാത്രം ഞാൻ തന്നെ ചെയ്യണമെന്ന് താങ്കൾ ഈ കഥ എഴുതിയപ്പോൾ തന്നെ താങ്കൾ തോന്നി? ഉറപ്പായിട്ടും. താങ്കളെ മുൻനിർത്തിയാണ് ആ കഥ എഴുതിയത്? അങ്ങനല്ല. ഞാനിത് മുമ്പ് പറഞ്ഞിട്ടാണ്, ഞാൻ എപ്പോഴും പ്രായോഗികമായിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഞാൻ എഴുതിയ ഒരു സംഗതി പുറത്തു വരണമെങ്കിൽ ഞാനിപ്പോൾ ഒരു കഥാപാത്രത്തെ എഴുതുമ്പോൾ ആ കഥാപാത്രം ചെയ്യാൻ ആ സമയത്ത് ഇതുപോലുള്ള ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങോട്ട് ഓഫർ തന്നാൽ 101% ഞാൻ സ്വീകരിക്കും. എന്താ സംശയക്കാര്യത്തിൽ? എനിക്കെന്താ നിർബന്ധം എൻ്റെ പടത്തിൽ ഞാൻ തന്നെ അഭിനയിക്കണം? അങ്ങനൊന്നുമില്ല. പക്ഷേ ഇവരാരും വന്നില്ലെങ്കിൽ എൻ്റെ സിനിമാ സംവിധാനം ഞാൻ നിർത്തേണ്ടി വരുമെന്നൊരു തോന്നൽ എനിക്കില്ല. അങ്ങനെ വന്നാൽ ഞാൻ ഇതും ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. 7 വർഷത്തെ ഇടവേള ശ്രീ ബാലേന്ദ്ര മേനോൻ പുതിയ ഉൾക്കാഴ്ചകൾ തന്നോ? ഉറപ്പായിട്ടും. പുതിയ പാഠങ്ങൾ പഠിച്ചോ? ഉറപ്പായിട്ടും. ഓരോ നിമിഷവും പഠിക്കല്ലേ വിട്ടാസ്. നമ്മളെല്ലാം പഠിച്ചു കയറി ജീവിക്കുക. ഓരോ ദിവസവും ഓരോ പുതിയ പാഠം. മുമ്പ് താങ്കൾ ഇതേ ഇങ്ങോട്ട് നോക്കി ആ സിനിമയിൽ താങ്കൾ പിന്നീട് പ്രൊഡ്യൂസറുമായിട്ട് കലഹിച്ചു? ഇല്ല, കലഹിക്കുന്നില്ല. അത് വിധിയാണ്. ഞാൻ ആ വിഷയം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന വിഷയമല്ല. കാരണം ഇറ്റ്സ് എ തിങ് ഓഫ് ദ പാസ്റ്റ്. അത് പറഞ്ഞുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. അത് ആ ചെയ്ത പ്രവൃത്തികളിൽ നമുക്കൊരു കോടതിക്ക് കേസ് എടുക്കണ്ടേ? അത് എടുക്കാനുള്ള യോഗ്യത ആ കേസിനില്ല. അതുകൊണ്ടാണ് എടുക്കാനുള്ള യോഗ്യത കൊണ്ടാണ് കേസ് എടുക്കുക. ആ ഒരു കുറവ് താങ്കൾ ഈ ഒരു പ്രോജക്റ്റിൽ നികത്തി. ഏതില്? ഈ ഒരു പ്രോജക്റ്റിൽ അതിന്റെ പെർഫെക്റ്റ് ഹാർമണി ആയിരുന്നു. ആരുമായിട്ട്? പ്രൊഡക്ഷൻ, പ്രൊഡ്യൂസർ 100% വരട്ടെ. 100% ഞാൻ പറയും. സാറിനെ ആദ്യമായി കാണുന്നത് 1979 ഗീത് ഹോട്ടലിലാണ്. സാറിൻ്റെ പ്രോഗ്രാംസിൽ ഞാൻ ഇടപെടുകയും ഞാനും എൻ്റെ വൈഫ് ലതയും ഒന്നിച്ച് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു പല പ്രോഗ്രാംസിലും. അതുകൊണ്ട് എനിക്ക് സാറിനെ വളരെ കൂടുതലായി അറിയുവാൻ കഴിഞ്ഞു. സാറിൻ്റെ ടീം വർക്ക്, സാറിൻ്റെ പഴയ ബന്ധങ്ങളെ കൂടെ കൊണ്ടുപോവുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനെ നന്നായിട്ട് ഫീൽ ചെയ്യുക, അത് ആ ഒരു സ്വഭാവം എനിക്ക് സാറിൻ്റെയും സാറിൻ്റെ വൈഫ് വരദയുടെയും വളരെ ഇഷ്ടമായി.
എനിക്കും എൻ്റെ വൈഫിനും ഈ കാര്യം അങ്ങേയറ്റം ഇഷ്ടമായി. അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു, സാറിൻ്റെ ഏത് പ്രോജക്റ്റ് ഇനി വന്നാലും അതിൽ ഞാൻ ഒരു പാർട്ട്ണറാകാൻ സന്നിധനാണ്. അങ്ങനെയാണ് ഈ ഫിലിമിൻ്റെ പ്രൊഡ്യൂസർ ലെവൽ വരെ എനിക്ക് എത്തുവാൻ സാധിച്ചത്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്നലെ ഞങ്ങൾ രാത്രിയിൽ ക്രൗൺ പ്ലാസയിൽ ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മിസ്റ്റർ KPR നായരുണ്ടായിരുന്നു. ഞാൻ അവിടെ വെച്ച് പറഞ്ഞ വാക്കുകൾ അദ്ദേഹം തിരിച്ചിങ്ങോട്ട് പറഞ്ഞതാണ്. ഇതുപോലെ ഇദ്ദേഹത്തെ പോലെ ഒരു പ്രൊഡ്യൂസർ എനിക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ചിത്രം ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഐ എം ഡീപ്ലി എന്താ പറയുക ഓബ്ലിഗേറ്റഡ് ടു ഹിം ഫോർ ദാറ്റ്. എ മാൻ ഹു നെവർ ഇൻ്റർഫിയർസ്, എ മാൻ ഹു റെസ്പെക്ട്സ് ദ ഓഫീസ് ഓഫ് ദ ഡയറക്ടർ, എ മാൻ ഹു നോസ് വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു. ഇവിടെയുള്ള വലിയ പ്രശ്നം വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായിട്ട് ഇറങ്ങിയിരിക്കുക, അതിനിടെ ജീവിക്കാൻ വലിയ പാടാണ്. ഇദ്ദേഹത്തെ എനിക്ക് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് ഇവരെ കാസ്റ്റ് ചെയ്യാൻ പറ്റിയത്, ഇവരെ കാസ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ഇതിലെല്ലാം ഇടപെടും. അല്പജ്ഞാനം ആപത്തെന്ന് പറയുന്ന കാര്യം വളരെ പ്രധാനമാണ് മിസ്റ്റർ ബ്രിട്ടാസ്. മലയാള സിനിമ ഞാനിപ്പോൾ ഇത്തവണ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജിമ്മി ജീപ്പ് ഉപയോഗിക്കുന്നു ഷോട്ടിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് അത് ഉപയോഗിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞപ്പം എൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മറ്റ് സിനിമയിൽ വർക്ക് ചെയ്ത ഒരാളാണ് സജി. അതേ സാറേ ഞാൻ സാറിനെ സമ്മതിച്ചു കേട്ടോ, സാറെന്ത് പുഷ്പം പോലെ എന്ന് പറഞ്ഞു ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതെന്ന്. ആരും പറയത്തില്ല, ഇവിടെ മുഴുവൻ ഷോ അല്ലേ മിസ്റ്റർ ബ്രിട്ടാസ്. ഒരു ഷോയും നടക്കില്ല. ഓണസ്റ്റിയുടെ മുമ്പിൽ നമ്മൾ ഹരിശ്രീ ഗണപതായ നമഃ എന്ന് പറയേണ്ടി വരും. ഒരു പണ്ടുള്ളവർ പറഞ്ഞ് കുറേ കാലം കുറച്ച് പേര് എല്ലാ കാലം എന്ന് പറഞ്ഞു നോക്കേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹത്തെ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം ഇൻ്റർഫിയറൻസ് എന്നൊരു സംഗതി ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഭയങ്കര മോറൽ സപ്പോർട്ടാണ്. താങ്കളല്ലേ ആദ്യം സ്വന്തം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്? ആദ്യം അതെ. പിന്നെ അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം എന്നോടുള്ള അടുപ്പം കാരണം എൻ്റെ ഇതിൻ്റെ ചില ഭാഗങ്ങൾ അദ്ദേഹം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു ഞാൻ ഈ സിനിമ ഒന്ന്. അപ്പോൾ പിന്നെ എനിക്ക് ആ സമയത്ത് ഇദ്ദേഹത്തിന് ഇതിൽ താല്പര്യമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു. ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ കൊണാർക്ക് പബ്ലിഷേഴ്സ്, താങ്കൾ ഡൽഹിയിലുള്ള ആണല്ലോ. എൻ്റെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇപ്പോൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അദ്ദേഹമാണ്. അങ്ങനെയുള്ള ബന്ധമായിരുന്നു. അക്ഷരങ്ങളിലൂടെ ബന്ധം അപ്പുറത്തിലേക്ക് വന്നതാണ്. അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി വൈ കാൻറ്റ് ഐ ഡു ബിക്കോസ് ഹി വാണ്ട്സ് ടു ബിക്കം എ പ്രൊഡ്യൂസർ. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹമാണെങ്കിൽ എനിക്കും നല്ലതാണ്, മാനസികമായിട്ടും എനിക്കത് സമാധാനമാണ്. അങ്ങനെയാണ് അദ്ദേഹം എൻ്റെ ഏറ്റെടുത്ത് എന്താ പറയുക വൃത്തിയായിട്ടും വെടിപ്പായിട്ടും പ്രൊഡക്ഷൻ തീർത്തതിൻ്റെ കാരണം ശ്രീ KPR നായരാണ്. ഇങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സ് മലയാള സിനിമയിൽ വരണം. വേറെ വല്ല പ്രൊഡ്യൂസർ ആണെങ്കിൽ ഗായത്രി വേണ്ട പറയും ഉറപ്പായിട്ടും. അതെന്താ ഉറപ്പായിട്ട് പറഞ്ഞേ? ഉറപ്പാക്കുന്ന അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവരുടെ സങ്കല്പം എന്ന് പറയുന്നത് ഇന്ന് മലയാള സിനിമയിൽ നായികാ വേഷങ്ങൾ തിളങ്ങുന്ന ആൾക്കാർ മതി എന്ന് ഇൻസിസ്റ്റ് ചെയ്യും. ഒരു പരീക്ഷണത്തിന് അവർ മുതിരില്ല. അവരെക്കാൾ എത്രയോ ഭേദമാണ് ഗായത്രി എന്നുള്ള കാര്യം നമുക്കല്ലേ അറിയാവുള്ളൂ മേനോൻ ചേട്ടാ. അവരെക്കാൾ ഭേദം എന്നല്ല, ഷീസ് എ വെരി ഗുഡ് ആർട്ടിസ്റ്റ്. ഐ വിൽ ടെൽ യു. എൻ്റെ കോമളത്തിന് മേടിച്ചു തരാൻ വേണ്ടി പറഞ്ഞു. അല്ലല്ല, എൻ്റെ അഭിപ്രായമാണ്. ഞാൻ ഒരു വാക്കും പാഴ്വാക്കായിട്ട് പറയത്തില്ല. അല്ല, ആരെയാണ് മുമ്പ് സിനിമ കാണാൻ വിട്ടിട്ട് ഈ കുട്ടിയുടെ മുഖത്ത് ഭാവം വരില്ല എന്ന് പറഞ്ഞ ആ വിദ്വാന്റെ പേര് പറഞ്ഞത്? അല്ല, അത് ഇറ്റ് ഡസൻറ്റ് മെറിറ്റ് എനി ഡിഫറൻസ്. അല്ല, എനിക്ക് തരാൻ വേണ്ടിയിട്ടല്ല, ആ പേരും ആ നമ്പറും ഗായത്രിക്ക് വിളിച്ചു കൊടുത്തു. ഇന്ന് ഞാൻ ആ മനുഷ്യനെ ഇല്ലല്ല ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു. പക്ഷെ അറിയത്തില്ല. അല്ല, ഇവർക്ക് തമ്മിൽ അറിയത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് ഇതാണ്, ഇത് ദൈവം ഭയങ്കരനല്ലേ. അപ്പം സാന്ദർഭികമായിട്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പലയിടത്ത് ഇരിക്കേണ്ട ബാധ്യത നമുക്കുണ്ടായി. അപ്പം എൻ്റെ ഉള്ളിൽ ഇത് ഇരിക്കത്തില്ല, എനിക്ക് പറയണം. അങ്ങനെയും നമ്മൾ ഒന്നും ഒരിക്കലും ഇരിക്കത്തില്ല. തുറന്ന പുസ്തകമാണ്. ദൈവം സഹായിച്ചിട്ട് അങ്ങനെ ഒരു ഗുണം പുള്ളിക്കിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പം ഞാനിത് കഴിഞ്ഞപ്പം ഇവർക്കൊരു സൂചന കൊടുത്തു. ഒരു ദിവസം അദ്ദേഹം വിളിച്ചിട്ടൊക്കെ സംസാരിച്ചെല്ലാം കൊള്ളാം, പക്ഷെ പുള്ളി ഇങ്ങനൊരു സംഭവം എൻ്റെ പണ്ട് പറഞ്ഞാന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിനുള്ള ടിക്കറ്റ് ഏർപ്പാടാക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ ബാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങളന്ന് വന്ന് കണ്ടിട്ട് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ആളാണ് ഈ പടത്തിൽ തൽക്കാലം എൻ്റെ ഓപ്പോസിറ്റ് അഭിനയിക്കുന്നത്, കണ്ടിട്ട് എന്നോട് അഭിപ്രായം പറയണം എന്ന് പറഞ്ഞ് തിയേറ്ററിനകത്ത് കയറ്റിയിടാൻ പറ്റുന്നത് ആണ്. ഗായത്രിയോടും പറഞ്ഞു കൊടുത്തു ഇദ്ദേഹമാണെന്ന്. അവർക്കറിയാം. ഞാൻ കാണിച്ചു കൊടുത്തു. എന്തിനാ മറച്ചു വയ്ക്കുന്നത്? ഫോൺ വിളിച്ച് പറഞ്ഞോ എന്ത് സിനിമ കണ്ടിട്ട് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞോ ഇദ്ദേഹത്തിനോട്? അയാളോട് ഇല്ല, എനിക്ക് അങ്ങനെ പേഴ്സണലി കോൺടാക്ട് ഇല്ല. ഞാൻ അദ്ദേഹം വിളിക്കുമ്പോൾ ഒരു കോൺ കോൾ ഇട്ടിട്ട് ഗായത്രിയും കൂട്ടിയിട്ട് അതിനകത്ത് കൊണ്ടുവരണം. അദ്ദേഹം വിളിക്കുമ്പോൾ അല്ല അയാൾ ഈ ചിത്രം കണ്ടാൽ ഇന്ന് രാത്രി വിളിക്കുമല്ലോ എന്നെ. കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം, അയ്യോ ചേട്ടാ ഇത് എന്ന് വന്ന് നിൽക്കും. അത്രേ ഉള്ളൂ. ഇതെന്താണെന്നറിയോ സംഭവം? ഞാനിപ്പോൾ നമ്മളിതൊന്നും അതീതനോ മിടുക്കാനായിട്ട് പറയല്ല. ഒരു ജഡ്ജ്മെൻ്റ് എന്നുള്ള സാധനം ബ്രിട്ടാസ് ഇവിടെ എത്ര പേർക്കുണ്ടോ? ബ്രിട്ടാസ് ബോറാണെന്ന് 5 പേര് പറഞ്ഞാൽ നിങ്ങൾ ബോറിനായി കഴിഞ്ഞു. അല്ല, ബ്രിട്ടാസ് ബോറിനല്ല, അയാൾ മിടുക്കനാണ് എന്ന് തോന്നണമെങ്കിൽ ഇൻഡിവിജ്വലിസ്റ്റിക്കായിട്ട് നമ്മൾ ചിന്തിക്കണം.
ഒരു ക്യൂവിൽ നിരന്ന് നിൽക്കുക ആൾക്കാരായിരുന്നു സിനിമ കാണാനായിട്ട്. വെയിലത്ത് വേർപ്പ് കൊണ്ട് ചിലപ്പോൾ കിലോമീറ്ററുകൾ സൈക്കിൾ ചവിട്ടി ഈ പടം കാണുന്നത് ഇറങ്ങി വരുന്ന ഒരുത്തൻ, അണ്ണാ കാശ് കളയല്ലേ എന്ന് പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് ദിസ് ക്രൗഡ് വാനിഷസ്. എനിക്ക് അതിനോട് എതിർപ്പാണ്. നമ്മുടെ ഈ ഗളിബിലിറ്റിയാണ് ബായ്ക്കോട്ടർ മുതലെടുക്കുന്നത്. എന്തുകൊണ്ട് ഈ പടം നന്നായി കൂടാ? ഇയാൾ പറഞ്ഞു ആ കുട്ടി ഇങ്ങനെയാണ്, അയാൾ ഒരു സംവിധായകനല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ കുറെ സഹിക്കണം. അതിനുള്ള ഗട്ട്സ് ഇല്ലെങ്കിൽ ഏറ്റെടുക്കരുത്. അതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയോട് ഇവർക്ക് എന്താ പറഞ്ഞത്, ഒരു പരിധിക്കപ്പുറമുള്ള കടപ്പാട് മനസ്സിൽ തോന്നണം.